ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒറീസയിലാണ്. ഒറീസയിലെ നവജീവൻ ധ്യാന കേന്ദ്രത്തിലാണ്. ഇവിടെ നമ്മൾ നല്ലൊരു മിഷൻ ചൈതന്യമുള്ളൊരു വൈദികനുണ്ട്, ഫാദർ ജോസഫ് പാലയൂർ. അച്ഛനെ നേരിട്ട് എനിക്ക് പരിചയമുണ്ട്. നമ്മൾ പലപ്പോഴും പല വൈദികരും ഒരുപാട് കുറ്റങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ഞാനും പലപ്പോഴും വൈദികരുടെ ചില പോരായ്മകൾ കാണുമ്പോൾ ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നാലും ചില വൈദികർ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിലും 62 വർഷത്തോളമായിട്ട് ഈ ഒറീസയിലേക്ക് കടന്നു വന്ന അച്ഛനാണ്. ഈ സത്യം പറഞ്ഞാൽ പല വൈദികരും കുറ്റം പറഞ്ഞാലും ഈ വൈദികൻ്റെ ഒക്കെ കാല് കഴുകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്രയ്ക്ക് തീഷ്ണമതിയായിട്ടാണ് ഈ വൈദികൻ ഇതിക്കടെ ഈ ഒറീസയുടെ മണ്ണിൽ കൂടി ഓടിച്ചാടി നടക്കുന്നത്. 85 വയസ്സുണ്ട്, എന്നിട്ടും അച്ഛന് യാതൊരു മടിയില്ല. രാത്രിയൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് രാത്രി 9 മണി 10 മണിക്കൊക്കെ പ്രോഗ്രാമിനായിട്ട് കടന്നു വന്ന് അവിടെ നല്ല ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനൊക്കെ ഓടി നടക്കുന്നത് കാണുമ്പോൾ നല്ലൊരു മിഷണറി ചൈതന്യമായിട്ട് ഈശോയെ കൊടുക്കുവാനുള്ള തീഷ്ണത എത്രത്തോളം ഉണ്ടെന്ന്, ആ തീഷ്ണതയിൽ നിലനിൽക്കണമെന്നും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, എടാ ഇയാൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? ബൈക്ക് ഓടിക്കാൻ അറിയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ബൈക്ക് എടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന്, 85 വയസ്സുള്ള ആളാണ്, ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും വേറെ ഗ്രാമത്തിലൊക്കെ പോയി അവിടെ വേറെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് തീഷ്ണമതിയായിട്ടാണ് ഈ അച്ഛനിങ്ങനെ നടക്കുന്നത്. നമ്മൾ ഒരു മിഷനിലേക്ക് കടന്നു വരാൻ, മിഷൻ എന്താണ്, മിഷനിലേക്ക് ഈ സാധാരണ ജനങ്ങൾ ഇവർക്ക് യേശുവിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തീഷ്ണമതിയായിട്ട് നടക്കണം. നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയൊന്നുമല്ല, പക്ഷെ കർത്താവ് വിളിച്ച് നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓടി നടക്കാൻ തയ്യാറാണ്. നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് പണം കിട്ടിയിട്ടല്ല, സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അതെല്ലാം മറികടന്ന് നമ്മൾ ഓരോ സുവിശേഷം കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അത് സ്വർഗത്തിൽ അത്രയേറെ വിലയുണ്ട്, അത് അത്രയേറെ വലിപ്പമുണ്ട്. നമുക്ക് ആ മനസ്സ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ്, കാരണം യേശുവിനെ അറിയാത്ത എന്തോരം ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അവരുടെ ഇടയിലേക്ക് നമ്മൾ ഓരോരുത്തരും സുവിശേഷമായിട്ട് കടന്നു ചെല്ലണമെന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കണം. മാമോദിസ വഴിയായിട്ട് നമുക്കെല്ലാവർക്കും അങ്ങനൊരു കൃപ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല ബിസിനസ് കാര്യങ്ങളോ വീട്ടിലെ പല പ്രശ്നങ്ങളോ കാരണം നമ്മൾ ചിലപ്പോൾ മാറ്റിവെക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ ഓരോ മിഷൻ ഗ്രാമങ്ങളിലേക്കും ചെല്ലണം, അവിടെ ഉള്ള ആളുകളെ കാണുക, അവിടെ ഉള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ച് കൊടുക്കുവാനും നമ്മൾ തയ്യാറാവണം വല്ലപ്പോഴുമെങ്കിലും. അല്ലെങ്കിൽ അവിടെ മിഷനിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവണം. അങ്ങനെ മിഷൻ ഈശോയെ അറിയാത്തവരൊക്കെ ഈശോയെ അറിയട്ടെ, ഈശോയെ അറിയാത്തവരൊക്കെ ഈശോയുടെ സ്നേഹം അവരും പങ്കുവെച്ച് ജീവിക്കണം. അവരിലൂടെ അവരുടെ വീട്ടിലൊക്കെ കടന്നു ചെല്ലുമ്പോഴേക്ക് അവരുടെ ആ സ്നേഹവും അവരുടെ ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന അവസരമാണ്. അപ്പം അങ്ങനെയുള്ള വൈദികരും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള വൈദികരാണ് ജോസഫ് പാലയൂർ അച്ഛൻ. കേട്ടപോലെ ഞാൻ തൃശ്ശൂർ രൂപതയിലത്തെ ഒരു അംഗമാണ്. തൃശ്ശൂർ രൂപത മുല്ലശ്ശേരി ഇടവക സെയിൻറ്റ് തോമസ് കോളേജിൽ BSc പഠിക്കുമ്പോഴാണ് ദൈവം എന്നെ മിഷനിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വിളി കേട്ട് പഠനം പൂർത്തിയാക്കാതെ തന്നെ BSc ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ കോളേജിൽ ജീവിതം അവസാനിപ്പിച്ച് ഒറീസയിലെത്തിയതാണ്. അപ്പോൾ അന്ന് മുതൽ ഏതാണ്ട് 62 വർഷമായി ഇപ്പോൾ ഒറീസയിലായിട്ട്. അങ്ങനെ ഗ്രാമങ്ങൾ തോറും ചുറ്റി നടന്ന് അവരുടെ ഭാഷ പഠിച്ചും അവരുടെ ജീവിതശൈലി അനുസരിച്ചും ഒക്കെ ആയിട്ട് കുറേ ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു നേരാണ്. അപ്പോൾ ആദ്യം ഞാൻ കൊന്തമാളിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഞാൻ ആദ്യം ജോലി ചെയ്ത ഇടവകയുടെ പേര് ജുബകുട ആയിരുന്നു. അന്ന് അത് 60 വർഷം മുമ്പ് 50 വർഷം മുമ്പത്തെ ചരിത്രം പറയുന്നത്. അപ്പോൾ ആ 50 വർഷം മുമ്പ് ഞാൻ ആ ജുബകുട ഇടവകയിൽ ഏതാണ്ട് 12 വർഷം ഞാൻ സേവനം ചെയ്തു. അതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് ആ ഇടവക
8 ഇടവകളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ആളുകൾ ഈശോയെ അറിഞ്ഞു, ഈശോയെ സ്വീകരിച്ചു. അങ്ങനെ ഈശോയെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ കൂടുതൽ വേറൊരു സന്തോഷം നമുക്ക് ഈ ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ മാധ്യമം എന്ന് പറയുന്നത് എൻ്റെ ചിരിയും എൻ്റെ പാട്ടുമാണ്. ആളുകളെ കൊണ്ട് ഒക്കെ കണ്ട് ചിരിച്ച് അവരോട് സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞ് ഈശോയുടെ സ്നേഹം അവരങ്ങനെ അറിയിപ്പിക്കുകയാണ്. പിന്നെ ഭക്തിഗാനം കൊണ്ട് ഈശോയുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അറിയുന്ന നമ്മുടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അല്ലെങ്കിൽ തിരുനാമ കീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ഭാഷയിലൊക്കെ രചിച്ചും കമ്പോസ് ചെയ്തും പഠിപ്പിച്ചുമൊക്കെ ആൾക്കാരായിട്ട് എന്നെ ഒരു പാട്ടുകാരനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷമുണ്ട് ജോമോൻ്റെ കൂടെ കുറച്ച് ദിവസം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ. അദ്ദേഹം ഇവിടെ ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യം 4-ാമത്തെ പ്രാവശ്യം മറ്റാണ് ഈ മിഷൻ സ്റ്റേഷനിൽ വരുന്നത്. നമുക്ക് ഒരുമിച്ച് ഈശോയിലായിരിക്കാം. ആ ഈശോയുടെ ഈ സ്നേഹം എല്ലാവരും അറിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. സൗകര്യം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറീസയിലേക്ക് മിഷൻ സ്റ്റേഷനിലേക്ക് സ്വാഗതമുണ്ട്. എവിടെ വന്നാൽ ഞാൻ തൽക്കാലം ഒരു ധ്യാനാശ്രമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് താമസിക്കാനും മിഷൻ കാണാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് കേരളത്തിലൊരു ഫ്രണ്ടുണ്ട്. അത് ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി ഒരു PT വർഗീസ് എന്ന് പറയുന്ന വർഗീസ് പായപ്പൻ എന്ന് പറയുന്നൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം ഇതുപോലെ ഒറീസയ്ക്ക് തീർത്ഥാടകരെയും സന്ദർശകരെയൊക്കെ കൊണ്ടുവരുന്ന ഒരു മിനിസ്ട്രിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ അദ്ദേഹം എപ്പോഴും നിങ്ങളുടെ കൂടെ അനുഗമിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ഒറീസയിൽ എത്തിക്കാനോ ടിക്കറ്റ് എടുക്കാനൊക്കെ സഹായിക്കുന്നൊരു മനുഷ്യനാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ കുർബാനയ്ക്കൊക്കെ നിൽക്കുകയല്ലേ, നിന്ന് കുർബാന ചൊല്ലി അത് കഴിഞ്ഞിട്ട് അച്ഛൻ ട്രാൻസ്ലേറ്റ്, ഞങ്ങൾ മലയാളം പറഞ്ഞ് മറ്റുള്ളവരോട് അച്ഛനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കുറേ നേരം 1-2 മണിക്കൂറുകൾ അച്ഛൻ നിന്നു. ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് തന്നെ ചോദിച്ചു, അച്ഛൻ കസേര എടുത്തിട്ട് തരാം, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ പറയും വേണ്ടോ അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അത്രയ്ക്ക് തീഷ്ണമതിയാണ് അച്ഛൻ ഇവിടെ. കാരണം ഇരിക്കാൻ നമ്മൾ സാധാരണ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും സാധാരണ മടുക്കും. 85 വയസ്സുള്ള അച്ഛനാണ്, ആ വൈദികനാണ്. ഈ വൈദികൻ ഇരിക്കാൻ പോലും മെനക്കെടാതെ 2-2.5 മണിക്കൂറോളം ഞങ്ങൾ മലയാളത്തിൽ പറയുന്നത് ഒറിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അച്ഛൻ ആ വചനപ്രഘോഷണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. അത് കർത്താവ് അതിന് അത്രമാത്രം നയിക്കുന്നു എന്നുള്ള കർത്താവിനുള്ള തീഷ്ണതയാണ് ഇതൊക്കെ കാരണം. ഇങ്ങനെയുള്ള വൈദികരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും എല്ലാ വൈദികരും കൊള്ളില്ലാത്തവരല്ല. ഇങ്ങനെയുള്ള വൈദികർ ഒരുപാടുണ്ട് മിഷൻ ഗ്രാമങ്ങളിൽ. ഇത്രയും പ്രായമായിട്ടും ആ മിഷൻ ഇപ്പോഴും ഓടിച്ചാടിയാണ് നടക്കുന്നത്. ഇപ്പോഴും ഒരു മടിയില്ല. എപ്പോൾ വിളിച്ചാലും ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വിളിച്ചോ, അച്ഛാ വരാമോ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരാമോ എന്ന് വെച്ചാൽ അച്ഛൻ അപ്പോൾ ആദ്യമേ മുൻപിലിറങ്ങും അച്ഛൻ. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു സ്നേഹം, ഇവിടെ അച്ഛൻ്റെ ആ ഒരു പുഞ്ചിരിയും ആ സ്നേഹമൊക്കെ അത്രയ്ക്ക് നമ്മളെ മിഷനിലേക്ക് ആകർഷിക്കുന്നു എന്ന് വേണം എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ അച്ഛൻ ഒരുപാട് പാട്ടുകൾ, മലയാളത്തിലെ ഒരുപാട് പാട്ടുകൾ അച്ഛനിങ്ങനെ എഴുതി ഒഡിയയിലേക്ക് ഒരുപാട് മലയാളത്തിലുള്ള പാട്ടുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ തന്നെ പാടും. അച്ഛൻ മൗത്ത് ഓർഗണൊക്കെ വായിച്ച് അച്ഛൻ തന്നെ പാടും. അത് അച്ഛൻ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ ഇവിടെ ഈ അറിയാൻ പാടില്ലാത്ത ഗ്രാമങ്ങളില്ല. അച്ഛനെ ഏത് കൊച്ചു മുതൽ എത്ര പ്രായമായവർ വരെ അച്ഛനെ അറിയാം. കാരണം അച്ഛൻ ഈ നാട്ടിൽ കൂടിയൊക്കെ നടന്നാണ്. ഇന്ന് ഒരുപാട് വർഷങ്ങളായില്ല ഇവിടെ ഒന്ന് സുവിശേഷം എത്തിയിട്ട്. അപ്പോൾ അച്ഛൻ മുഖാന്തരം ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷം എത്തുവാനും അങ്ങനെ ക്രിസ്തുവിനെ അറിയുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്കും ഒരു നല്ലൊരു മിഷണറി ആയിട്ട് നല്ല മിഷണറി ചൈതന്യമുള്ള ഒരു ജീവിതം നയിക്കുവാനും മിഷൻ ഗ്രാമങ്ങളിലേക്ക് പോകുവാനും നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ വൈദികരായിക്കോട്ടെ, നമ്മുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കേരളത്തിൽ തന്നെ നിൽക്കാതെ ഗ്രാമങ്ങളിൽ പോയി അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊക്കെ അത്ര വലിയ ആഗ്രഹമാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആ ഒരു മിഷൻ ചൈതന്യം
ഈശോ ഗ്രാമങ്ങളിലൂടെ ഒക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ച് നടന്നതുപോലെ നമുക്കും വചനം പ്രഘോഷിക്കാം. യേശു നിങ്ങളെ സമർത്ഥമായി അനുകരിക്കട്ടെ. യേശുവാണ് ഏക രക്ഷകൻ. ആ രക്ഷകനെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. ഒരാളോടെങ്കിലും നമുക്ക് സുവിശേഷം പറയാൻ ശ്രമിക്കാം. ദൈവം സമർത്ഥമായി അനുകരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. One, two, three, start. Praise the Lord. One, two, three, start. Cristo Rey.